Dear viewers, NFA Post TV Chunav Ki Adalat has reached Malappuram constituency. Right now I am at Perindalmanna in front of EMS Memorial Cooperative Hospital. It is one of the leading hospitals here in the district, having almost all facilities. So here in Malappuram constituency, there is a direct fight between E.T. Muhammad Bashir from UDF, backed by he is an IUML party member. He is fighting against Wasif from CPIM. In this context, we will talk to some of these shop wallahs to understand more on this electoral battle here. നമസ്കാരം. ഇവിടുത്തെ ഇലക്ഷനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഇലക്ഷൻ എന്താ നല്ല അഭിപ്രായമാണ്. രണ്ട് പാർട്ടി നല്ല ഉഷാറായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വെരി ഗുഡ്. ആരൊക്കെയാണ്? ഇ.ടി. മുഹമ്മദ് ബഷീറും വസീഫും. ഇ.ടി. മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ UDF സ്ഥാനാർത്ഥിയായിട്ട്, വെരി ഗുഡ്. പിന്നെ വസീഫ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഓക്കെ. ഈ കഴിഞ്ഞ കൊല്ലം UDF ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ട് ഇവിടെ ജനോപകാര പ്രവർത്തനങ്ങളൊക്കെ നടത്തിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനെപ്പറ്റി? കുഴപ്പമില്ലാത്ത പ്രവർത്തനം അവരെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അവിടുത്തെ ഭരണം നമുക്കറിയില്ല, അവരുടേതായ ഒരു ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. MP എന്നുള്ള സ്ഥാനത്തിന് പല രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, റൈറ്റ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേണ്ടത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ഇവിടെ ഞാൻ ഈ മണ്ഡലത്തിലുള്ള ആളല്ല. ആയിക്കോട്ടെ, എന്നാലും പൊതുവെയുള്ള ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങള് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. നമ്മൾ ഈ മണ്ഡലത്തിലല്ലാത്തതുകൊണ്ട്. എന്നാലും മലപ്പുറം ജില്ലയിൽ നല്ല വികസനങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ UDF ആണെങ്കിലും പിന്നെ ഇപ്പൊ കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. നിങ്ങളുടെ പേരെന്താ പറയുക? പേര് മൊയ്തുട്ടി. മൊയ്തുട്ടി. സോ ദിസ് ഇസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം മൊയ്തുട്ടി. ഹി ഈസ് എ ഷോപ്പ് ഓണർ here very close to EMS Memorial Hospital. I can show you his shop here. So he is happy with the performance of both the parliamentary members and also the state government. So here we can see the roads here well tarred, and people are looking at a lot more developmental initiative to be implemented here. So we do hope that Perindalmanna will witness a lot more developmental activities led by its visionary political leaders. And from here, from very close to the entry of EMS Memorial Cooperative Hospital,